കിട്ടി 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 എന്റെ ബർത്ത്ഡേ അതെ. വെൽക്കം ടു പുതിയ ദിവസം. എടാ മോനെ, ഇന്ന് ആരെ ബർത്ത്ഡേ അറിയാം? നമ്മൾ അഫ്താബിനെ അറിയാത്ത പുതിയ ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ട്രൗസർ ഇട്ട് മൂക്കൽപ്പിച്ച് നടക്കുന്ന കാലം മുതൽ ഈ 23 വയസ്സാവണ വരെ അഫ്താബിന്റെ കൂടെ. എന്നാ പിന്നെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു കേക്ക് മുറിച്ച് വെച്ചിട്ട് ഞാനും മാനേജറും യാത്രയായി. എന്നിട്ട് നമ്മൾ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിന്റെ ജാംജുമ കയറി. കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കേക്ക് ഫ്രിഡ്ജിനുള്ളിൽ ആക്കാൻ വേണ്ടി ഇരിക്കൂടെ. എന്നിട്ട് ഇതിന്റെ വിലക്ക് എത്ര വെച്ചപ്പോൾ അവിടുത്തെ ആളുകൾ അതിന്റെ അടിക്കൊന്ന് പാളിയൊക്കെ ആയിരുന്നു. ഈ നീലക്കുയിൽ പെണ്ണുങ്ങളെ പാവാടിന്റെ അടിയിൽ ക്യാമറ എന്റെ തല അതിന്റെ അടി കൊണ്ടേക്കാണ് വിലക്കൊന്ന് നോക്കിയാൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളവിടുന്ന് കേക്ക് വാങ്ങില്ല. വേറെ ഒന്നും കൊണ്ടല്ല, തൊട്ടപ്പുറത്തെ പീഡിപ്പിക്കണം അവിടുത്തെ വിലയും കൂടി ചോദിച്ചാൽ നമ്മൾ മലയാളികളല്ലേ. അങ്ങനെ അവിടെ നിന്നിട്ടൊരു കേക്ക് ഇട്ട്, നല്ല ബട്ടർ സ്കോച്ചിന്റെ കേക്ക്. എന്നിട്ട് ഈ വിവരം വിദ്യാഭ്യാസം വെള്ളിയാഴ്ചയില്ലാത്തവന് ഹാപ്പി ബർത്ത്ഡേ അഫ്താബിന് എഴുതി കൊടുത്തും ചെയ്തു. അതാ നമ്മുടെ കഥാനായകൻ. ബർത്ത്ഡേ ബോയ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബർത്ത്ഡേ ഹൾക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ്ടോ നിങ്ങൾക്ക് എന്റെ ടീമിനെ അറിയില്ല ചെള്ള ഞാൻ പൊളിച്ചു. ഇതിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ബെറിന്റെ ഉണ്ട്. ഈ പാൽ പായസത്തൊക്കെ മുന്തിരി മാതിരി കാണാനോ ചൊറക്കിനും തിന്നാനൊരു രസത്തിനും വേണ്ടിയിട്ട് ഡാൻസിന് നമ്മുടെ ടീമിൽ കയറ്റിക്കും. സെക്കൻഡ് സർപ്രൈസ് ആയിക്കാണ്ട് കേക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. 13 വയസ്സ് അല്ലെങ്കിൽ തോന്നുന്നു സർപ്രൈസ്. എന്നിട്ട് ഓനെ കേക്ക് കൊടുത്താൽ വേണ്ടി നേരെ അതിന്റെ ഉള്ളിലാണ് കേക്ക് കൈ കൊടുത്തതിന് ശേഷം മറ്റേ ഹനുമാൻ മരത്തമാല ഉണ്ടോ ചെക്കൻ കേക്ക് ഏറ്റവും വരും. ഈ പോത്തുമാരി വലിപ്പമുള്ളവൻ ആകെപ്പാട് പൂക്കി വയ്ക്കണല്ലോ ഇപ്പത്. അഫ്താബ് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇപ്പൊ ആ കേക്കിനെ ബലാത്സംഗം ചെയ്യും. അങ്ങനെ കയ്യെട്ടലും കേക്ക് മുറിയും കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നാൻ കൊടുത്തു. ഇങ്ങനെ യഥാർത്ഥ കളി നടക്കാൻ വേണ്ടി പോണത്. പൗതിയോളം കേക്ക് ബാക്കി ഉണ്ടായിരുന്നു. നമ്മളെന്താട്ടി ഈ രാത്രി 10:30 മണി ആ റോട്ടിൽ കൂടെ പോണൊക്കെ എല്ലാവർക്കും കേക്കാണ് വിതരണം ചെയ്തു. ആദ്യം മൂപ്പര് പറഞ്ഞ മൂപ്പർക്ക് വേണ്ട ഷുഗർ ആണെന്ന്, പിന്നെ പറഞ്ഞ ഒരു പീസ് മോനുണ്ടാകും. അപ്പൊ നമ്മളെന്താട്ടി 2 പീസാണ് കൊടുത്തേച്ചു. മൂപ്പര് ഹാപ്പി ആവട്ടെ, ബർത്ത്ഡേ അല്ലേ. അഫ്താബൊക്കെ പറന്ന് വണ്ടിനെ ആട്ടി പിടിച്ചാണ് കേക്ക് തിന്നിട്ട് പോയാൽ മതിയായിരുന്നു കണ്ടു. അങ്ങനെ നമുക്ക് ഇതാ പോണ ഓട്ടോറിക്ഷയിൽ ഒരു ടീമിനെ ഫുള്ള് നമുക്ക് കിട്ടിയത് മോനെ. അങ്ങനെ ചെക്കന്മാരെ കൊണ്ട് വിഷ് പറയിപ്പിച്ച് ഓൾക്കും കൊടുത്തു കുറച്ച് കേക്കുകൾ. അതിന്റെ ഇടയിൽ കൂടെ കൈയായിട്ട് നിർത്തിയ സ്കൂട്ടിത്തെ ചെക്കൻ നമ്മളെ ഫോളോവർ ആയിരുന്നു. അങ്ങനെ ഓൾക്ക് കേക്കും കൊടുത്ത് ഒരു വിഷ് പറയാൻ പറഞ്ഞു. മൂപ്പരാണെങ്കിൽ നല്ല ബർക്കത്തുള്ള സ്വർഗത്തുള്ള വിഷ് പറഞ്ഞു ചെയ്ത്. ഇതിൽ കൂടുതൽ എന്ത് വേണം അഫ്താബേ, ബർത്ത്ഡേ കളറായില്ലേ. പിന്നെ ആൾക്കാർ വന്നോണ്ടേയിരുന്നു, കേക്ക് കൊടുത്തോണ്ടേയിരുന്നു, വിഷ് കിട്ടിക്കൊണ്ടേയിരുന്നു. എന്തായാലും നല്ല രസമുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എല്ലാവരും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. ശരി. അല്ല കേക്ക് കടന്ന് കിടഞ്ഞ അഫ്താബിന്റെ ഒക്കെ ഫുഡ് ഉണ്ടല്ലോ മോനെ. അങ്ങനെ തിന്നഞ്ഞ് കൈയ്യേക്ക് പോകാൻ നമ്മള് 2 കുഞ്ഞു മക്കൾ ഫോളോവേഴ്സിനും കണ്ടു. ഗൈസ്, ഇന്ന് അഫ്താബിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അഫ്താബ് ഔട്ട്രോ പറയും. പല്ല് തോണ്ടാ കാര്യം പറയാം. So that's it for today. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ. ഹാപ്പി ബർത്ത്ഡേ.